ഹായ്, എല്ലാവർക്കും നമസ്കാരം. ലൂമിയർ ഹോം സ്ക്രീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പുതിയൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അത് കായംകുളം കറ്റാനം എന്ന സ്ഥലത്താണ്. ഇവിടെ സിയ ബിൽഡേഴ്സിൻ്റെ ഓണറായിട്ടുള്ള സനീഷ് ബാബു സാറിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഈ ഒരു ചെറിയൊരു തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയൊരു റൂം സ്പേസാണ് നമുക്ക് കിട്ടിയിരുന്നത്. എന്ന് വെച്ചാൽ ഒരു 14 ഫീറ്റ് ലെങ്ത്ത്, അതുപോലെ തന്നെ 10 ഫീറ്റ് വിഡ്ത്തും. അപ്പം അതിൽ മെയിനായിട്ട് അതിൻ്റെ ആ ഒരു ഏരിയ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റിയതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡോറിൻ്റെ സ്പേസ് കറക്റ്റ് പുറത്തോട്ട് തുറക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഹാഫ് പോർഷനിൽ കിട്ടി. അതുകൊണ്ട് തന്നെ 5 സീറ്റ് അറേഞ്ച്മെൻറ്റും ഒരു 100 ഇഞ്ച് സ്ക്രീനും അതിന് പറ്റിയ ഒരു 5.1 ഓഡിയോ കോൺഫിഗറേഷനിലൊക്കെ ഈ ഒരു തിയേറ്റർ നമുക്ക് മനോഹരമാക്കി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാനൊരു കോൺട്രാക്ടറാണ്. എൻ്റെ കമ്പനി പേര് സിയ ബിൽഡേഴ്സ് എന്നാണ്. ഞാൻ പല സൈറ്റിലും ഓരോ വർക്കുകൾ ചെയ്യുമ്പോൾ ഓരോ ക്ലയൻറ്റുകൾ നമ്മളോട് സംസാരിക്കുന്നതും ഓരോ പ്ലാനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തിയേറ്റർ വേണമെന്നൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ വീട് വെച്ച്, അതായത് എൻ്റെ വീട് സ്വന്തമായിട്ടൊരു വീട് വെച്ചപ്പോൾ നമ്മൾ എല്ലാ ക്ലയൻറ്റിനെയും കാണിക്കാൻ വേണ്ടി രീതിയിൽ ഞാനൊരു തിയേറ്റർ വേണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ ഒരു തിയേറ്റർ ഞാൻ ചെയ്യുകയുണ്ടായി. അങ്ങനെ ഞാൻ ഈ തിയേറ്റർ ചെയ്യുന്ന കമ്പനിയെ തപ്പിയെടുത്തപ്പോൾ നമ്മുടെ LHS ഗ്രൂപ്പിനെ ഞാൻ കണ്ടെത്തുകയും അവരെ ഞാൻ ഈ വർക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. അവർ നല്ല രീതിയിൽ എനിക്കത് ഭംഗിയായിട്ട് ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് സാറ് ഒരു റെഫറൻസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എനിക്ക് ഈ ഒരു കൺസെപ്റ്റിൽ വേണം. അപ്പോൾ ഞങ്ങൾ നേരത്തെ ചെയ്യുന്ന ഒരു തിയേറ്ററിൻ്റെ ഡിസൈൻസൊക്കെ ഞാൻ അയച്ച സമയത്ത് അതിനോട് കൂടെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊഫൈൽ സംവിധാനമൊക്കെ വെച്ചിട്ടാണ് സാറ് എനിക്കൊരു ഡിസൈൻ തന്നത്. അപ്പോൾ ആ ഒരു കളർ പാറ്റേൺ തന്നെയാണ് നമ്മൾ ആ ഒരു ഡിസൈൻ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ സീലിംഗ് ഓൾറെഡി നേരത്തെ ജിപ്സത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രൊഫൈൽ ടൈലൊക്കെ വെച്ച് അക്വാസ്റ്റിക്കിൽ തന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡ് വാളുമൊക്കെ പിന്നെ നമ്മൾ അക്വാസ്റ്റിക് മെറ്റീരിയൽസും അതുപോലെ തന്നെ ഫാബ്രിക്കും വെച്ചിട്ടാണ് ഈ 4 സൈഡും നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു സ്ക്രീനിൻ്റെ സൈസ് ഞാൻ പറഞ്ഞു, 100 ഇഞ്ച് സ്ക്രീനാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ഇത്രയും ഒരു ലെങ്ത്ത് കുറഞ്ഞ റൂമിൽ 2 റോ സീറ്റൊക്കെ കൺസേൺ പറയുന്ന സമയത്ത് നമുക്ക് 100ൻ്റെ മേലിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഫ്രണ്ടിലിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ഫുള്ളായിട്ട് സ്ക്രീൻ വരാത്തൊരു ഒരു നമ്മൾ തല മൂവ് ചെയ്തുകൊണ്ട് മൂവീസ് കാണേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ടാണ് നമ്മൾ 100 ഇഞ്ചിലോട്ട് ഇതിനെ നിർത്തിയത്. ഒരു 110 നമുക്ക് ലെങ്ത് ഉണ്ടെങ്കിൽ 120 വരെയൊക്കെ 10 ഫീറ്റിലോട്ട് നമുക്ക് സ്ക്രീൻ കൊണ്ടുവരാവുന്നതാണ്. ഇപ്പം ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫിക്സഡ് ഫ്രെയിം മാറ്റ് വൈറ്റ് 100 ഇഞ്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 റോ സീറ്റിൽ നിന്നാണെങ്കിലും നമുക്ക് മൂവി എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് വളരെ കംഫർട്ടായിട്ട് തന്നെ നമുക്ക് സിനിമ കാണാൻ പറ്റാവുന്നതാണ്. ഇവിടെ നമ്മളൊരു ബഡ്ജറ്റ് കൺസേൺ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ 5.1 ആണ് സൗണ്ട് കോൺഫിഗറേഷൻ എടുത്തിരിക്കുന്നത്. ഇൻ ഫ്യൂച്ചർ വേണമെങ്കിൽ അറ്റ്മോസ്ഫിയറിലോട്ടൊക്കെ ചെയ്യാം എന്നുള്ള കണ്ടീഷനാണ് നിർത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന AVR എന്ന് പറഞ്ഞാൽ Denon 250 BT ആണ്. അത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ഷനൊക്കെ വരുന്ന 5.1 പ്രോസസ് ചെയ്യാൻ പറ്റുന്ന Dolby DTS ഒക്കെ 5.1 അവൈലബിൾ ആണ് അതിൽ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ 5.1 സ്പീക്കേഴ്സിലോട്ട് വന്നിരിക്കുന്ന സമയത്ത് നമ്മളൊരു കസ്റ്റം സ്പീക്കർ സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ബഡ്ജറ്റ് കുറവാണെങ്കിലും നമുക്ക് ഈ സൗണ്ടിൻ്റെ ക്വാളിറ്റി കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ക്വാളിറ്റി ഡ്രൈവ്സ് ഉപയോഗിച്ചിട്ട് നമ്മളതിനെ കസ്റ്റം ചെയ്തിട്ടാണ് ഇവിടെ സ്പീക്കേഴ്സും അതുപോലെ എന്ന് വെച്ചാൽ LCR സറൗണ്ട് സ്പീക്കർ അതുപോലെ ഒരു 10 ഇഞ്ചിൻ്റെ സബ് വൂഫറും ചെയ്തിരിക്കുന്നത്. അത് ഇതുപോലുള്ളൊരു ബഡ്ജറ്റ് കൺസേൺ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ബ്രാൻഡ് ഐറ്റംസിലോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ എൻട്രി ലെവൽ സ്പീക്കേഴ്സാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും നമ്മൾ ഇതുപോലെ കസ്റ്റം ചെയ്തെടുക്കുമ്പോഴുള്ള ക്വാളിറ്റിയും തമ്മിൽ നമുക്കെന്താണെന്നൊരു അത്യാവശ്യം പ്രീമിയം അല്ലെങ്കിൽ അതുപോലെ കുറച്ചുകൂടെ ബഡ്ജറ്റായിട്ടുള്ള സ്പീക്കേഴ്സിൻ്റെ ക്വാളിറ്റി നമുക്ക് എന്താക്കാൻ പറ്റും, ഒരു ലോ ബഡ്ജറ്റിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് തിയേറ്റർ ചെയ്തെങ്കിലും നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ ഒപ്റ്റോമയുടെ HD30 HDR എന്ന് പറഞ്ഞാൽ ഒരു 4K ഒരു അപ്സ്കെയിലിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊജക്ടറാണ്. കാരണം നമ്മളത് ഒരുപാട് ലോ പ്രൊജക്ടറിലോട്ട് നമ്മൾ പോയിട്ടില്ല. അത്യാവശ്യം ഇതിലും കുറച്ച് വില കുറയുന്ന പ്രൊജക്ടേഴ്സ് ഉണ്ട്. പക്ഷേ നമുക്കെന്താണ് പിക്ചർ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രൊജക്ടർ തന്നെയാണ് യൂസ് ചെയ്തത്.
കാരണം നമ്മളോട് യൂസ് ചെയ്യുന്ന സ്ട്രീമിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ 4K Fire TV സ്റ്റിക്കാണ്. അപ്പോൾ നമുക്ക് സ്ക്രീനിലോട്ട് നമുക്ക് അതിൻ്റെ ഒരു 4K ഔട്ട്പുട്ട് തന്നെ കിട്ടുന്ന രീതിയിൽ നമുക്ക് സ്ക്രീനിൽ മൂവീസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 5 സീറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ബാക്കിൽ 3 ഫ്രണ്ടിൽ 2. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് റൂമിൽ നമുക്ക് ഈ ഒരു സൈസ് വരുന്ന സീറ്റ് 5 സുഖസുന്ദരമായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇരുന്നാൽ തന്നെ നമുക്കിതിനൊരു ഗ്യാപ്പൊക്കെ ഉണ്ട്, അത്ര കൺജസ്റ്റഡ് അല്ല. പിന്നെ നമ്മുടെ മറ്റുള്ള വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും കുറച്ചുകൂടെ വീതി വരുന്ന ഇതുപോലത്തെ പുഷ് ബാക്ക് സീറ്റുകൾ. അപ്പോൾ അങ്ങനെയുള്ള 5 സീറ്റാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ 4 ഫീറ്റ് ഒരു ഹൈറ്റ് നമ്മൾ ബാക്കിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ 3 സീറ്റ് കൊടുത്തത്. ഇവിടെ ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സീറ്റ് നമുക്ക് ഫ്രണ്ടിലൂടെ കൊടുക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു 6 സീറ്റ് ഈ ഒരു റൂമിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പാസേജിനുള്ള സൗകര്യമൊക്കെ ആയിട്ട് 5 കൊടുത്തത്. വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ എപ്പോഴും ഒരു തിയേറ്ററിൻ്റെ ഒരു ബഡ്ജറ്റ് നമ്മൾ കൺസേൺ ചെയ്യുന്ന സമയത്ത് അതിൽ മെയിനായിട്ട് 2 പാർട്ടാണ് അതിൽ വരുന്നത്. എന്ന് വെച്ചാൽ ഒന്ന് ഇൻറ്റീരിയർ ഇൻസ്റ്റാളേഷൻ ഇലക്ട്രിക്കൽ സെക്ഷനും, അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഓഡിയോ വീഡിയോ എക്യുപ്മെൻറ്റ്സ്, ആ ഒരു ഏരിയയാണ്. അപ്പം നമ്മൾ ഇൻറ്റീരിയറിന് ഒരു റൂമിൻ്റെ സൈസ് അനുസരിച്ച് അതിൽ നമ്മൾ ഇപ്പം യൂസ് ചെയ്യുന്ന സ്പെക്ക് അനുസരിച്ചിട്ട് അക്വാസ്റ്റിക് ട്രീറ്റ്മെൻറ്റിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ നോക്കിയിട്ട് അതിന് ഒരു ലിമിറ്റിൽ നമുക്ക് നിൽക്കും. പക്ഷേ അതുപോലല്ല നമ്മൾ എക്യുപ്മെൻറ്റ്സിൻ്റെ ഏരിയ അതിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ എൻട്രി ലെവലാണെങ്കിൽ ഇപ്പം ഇവിടെ 250 BT AVR, അതുപോലെ സ്റ്റാൻഡേർഡ് AVR ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേ സ്ഥാനത്തിന് നമുക്ക് ലോക്കൽ മെയ്ഡായിട്ടുള്ള ചൈനീസ് മെയ്ഡായിട്ടുള്ള 5.1 AVRs ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഇതുപോലുള്ള ഒരു സ്റ്റാൻഡേർഡ് കണ്ടൻറ്റ് അല്ലെ അതുപോലെ ഇൻപുട്ട് ഡിവൈസുകൾ പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രാൻഡ് ഐറ്റംസ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്ന് ഇപ്പം നമ്മൾ സ്ക്രീന് അല്ലെ പ്രൊജക്ടർ ഇതിലോട്ട് പോകുമ്പോൾ സ്ക്രീനിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ നമുക്ക് റൂമിൻ്റെ ലെങ്ത് അനുസരിച്ച് അക്വാസ്റ്റിക് സ്ക്രീൻ ഉണ്ട്, അത് കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. നമുക്ക് സ്പീക്കേഴ്സൊക്കെ കുറച്ചുകൂടെ ബിഹൈൻഡ് ദ സ്ക്രീനായിട്ട് അലൈൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്ക്രീനുകളാണ്. അതുപോലെ നമ്മൾ പ്രൊജക്ടറിൻ്റെ സൈഡിൽ പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഇപ്പം ഫുൾ HD പ്രൊജക്ടേഴ്സ്, അതും സിനിമ പ്രൊജക്ടേഴ്സ്, ഇത് തന്നെ നമ്മളിപ്പോൾ ലോ ബഡ്ജറ്റിൽ ഈ ബ്രാൻഡഡ് ഐറ്റംസിൽ ബിസിനസ് പ്രൊജക്ടേഴ്സും ഒക്കെ വരുന്നുണ്ട്. അതാകുമ്പോൾ നമുക്കത് മൂവിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അതിൻ്റെ ഒരുപാട് ഡ്രോബാക്ക് ഉള്ളതിലുണ്ട്. നമ്മൾ എൻട്രി ലെവലാണെങ്കിൽ കൂടെ നമ്മളിപ്പം ഒപ്റ്റോമ അതുപോലെ ബെൻക്യൂ ഏകദേശം ഒരു 60-65,000 ആ റേഞ്ചിൽ വരുന്ന പ്രൊജക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ നിന്ന് 4K പോകുന്ന സമയത്ത് അത് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിലും എൻട്രി ലെവലുള്ള 4K പ്രൊജക്ടറിന് ഒരു 1.5 അതിൻ്റെ ഉള്ളിലൊക്കെയാണ് റേറ്റ് വരുന്നത്. പിന്നെ അവിടെ അങ്ങോട്ട് പിന്നെ നമ്മൾ ലേസർ അതുപോലെ പോകുന്നതനുസരിച്ച് അതിൻ്റെ ഒരു വലിയൊരു റേറ്റിലോട്ട് പോകും. അതെല്ലാം നമ്മുടെ ഒരു ബഡ്ജറ്റ് കൺസേൺ അനുസരിച്ചാണ് നമ്മളതൊക്കെ ചൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഒരു എൻട്രി ലെവൽ എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാരും വിചാരിക്കുന്നത് ഈ ചൈനീസ് മെയ്ഡ് സ്മാർട്ട് പ്രൊജക്ടേഴ്സ്, അപ്പോൾ അതിൻ്റെ ലൂമിൻസൊക്കെ കാണുമ്പം നമ്മുടെ ഒരു സിനിമ സ്റ്റാൻഡേർഡ് പ്രൊജക്ടറിൻ്റെ ലൂമിൻസിനേക്കാൾ ചിലപ്പോൾ അധികമൊക്കെ കാണും. പക്ഷേ അത് ഒന്ന് ആൻസി ലൂമിൻസും ഒന്ന് സാധാ ലൂമിൻസൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും പെട്ടെന്ന് ഒരാൾക്ക് കമ്പയർ ചെയ്യാനുള്ള അറിയില്ല. പെട്ടെന്ന് നമ്മൾ ഈ ബഡ്ജറ്റ് പറയുമ്പോൾ ഇതാണ് ലോ ബഡ്ജറ്റ് എന്നുള്ളൊരു ചോദ്യം പല സൈഡിൽ നിന്നും കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ പറ്റി ഒന്ന് പറഞ്ഞത്. കായംകുളം കറ്റാനത്ത് സിയ ബിൽഡേഴ്സിൻ്റെ ഓണറായിട്ടുള്ള സനീഷ് ബാബു സാറിന് വേണ്ടിയിട്ട് ചെയ്ത ഈ കൊച്ചു തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ ഇത്രയുമാണുള്ളത്. പിന്നെ ഇതുപോലുള്ള തിയേറ്ററുകൾ അത് പിന്നെ ചെറിയ ബഡ്ജറ്റാണ് അല്ലെങ്കിൽ ഹൈ കോൺഫിഗറേഷൻ, അതുപോലെ എന്താണ് ഞങ്ങൾ ചെയ്യുന്ന ഓരോ 3D ഫോർമാറ്റ് ആണെങ്കിലും ഡോൾബി അറ്റ്മോസ് ആണെങ്കിലും ഈ 2 ഫോർമാറ്റും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന തിയേറ്റർ ആണെങ്കിലും ഇല്ലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും അതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ വീഡിയോ കൂടെ കൊടുക്കുന്നുണ്ട്. ഇനിയൊരു പുതിയ തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.